ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറാണ്. സാമ്പാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പല രീതിയിൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ടെന്നുള്ളത്. ഇതൊരു ഈസി സാമ്പാറാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ്, എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ. ഇതുപോലത്തെ സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി സാമ്പാർ ഒന്ന് തയ്യാറാക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മീഡിയം വലിപ്പത്തിൽ 2 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളത് ഒരു ചെറിയ വഴുതനങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുന്നില്ല കേട്ടോ. വെണ്ടയ്ക്ക ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്ക കുക്കറിൽ വേവിക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ വെണ്ടയ്ക്ക ചേർക്കാത്തത്. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്, തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് വേറെ വേവിക്കണം, ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് കുക്കറിൽ വേറെ വേവിക്കണം. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം, പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ദാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിലല്ലേ വേവിക്കുന്നത്. നമ്മുടെ പരിപ്പ് കുക്കായി കഴിയുകയും ചെയ്തു. ഇനി നമുക്കൊരു കുക്കർ സ്റ്റൗവിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും തക്കാളിയും എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും പരിപ്പിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റണ്ട. ആ എണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിച്ചു വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് ചട്ടിയിൽ വേവിക്കണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വേവിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസിൻ്റെ തൊട്ട് മേലെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർക്കാം വേവിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മളിപ്പോൾ പൊടികളൊന്നും ചേർക്കില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പോൾ ഇതാ വെജിറ്റബിൾസിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസും കുക്കായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ 4 വറ്റൽമുളക്. ഇതിലേക്ക് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. സാമ്പാർ പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളമാണ്. നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് പുളിവെള്ളം വേണ്ട. കുറച്ച് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ചേർക്കുക. പുളിവെള്ളവും കഷ്ണങ്ങളും ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കായപ്പൊടി ചേർക്കണം. സാമ്പാർ പൊടിയിൽ കായം ഉണ്ടെങ്കിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ച് വരട്ടെ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്.
ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ തിളയ്ക്കൂട്ടോ, അധികം സമയം എടുക്കില്ല, എല്ലാം ചൂടായിട്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. നമ്മുടെ സാമ്പാർ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചത് ചേർക്കാം. പരിപ്പ് വേവിച്ചത് ചേർക്കുമ്പോൾ സാമ്പാർ ഒന്ന് കുറുകൂട്ടോ, അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഞാൻ കുറേ ലൂസായിട്ടുള്ള രീതിയിലുള്ള സാമ്പാറല്ല, കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളമേ പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളൂ. ഇനി പരിപ്പും ചേർന്ന് ഒന്നുകൂടി തിളച്ച് വരട്ടെ. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, വളരെ ചെറിയ അളവിൽ. എരിവും പുളിയും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി സാമ്പാർ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. നമ്മൾ പല രീതിയിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പിന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.